വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. രാവിലെ 6:30 അലാം അടിച്ചെങ്കിലും നിലു കൂടെ എണീറ്റത് കൊണ്ട് ഞാൻ ലേറ്റായി. 7:10 ഞാൻ താഴെ കിച്ചണിലേക്ക് എത്തിയപ്പോഴേക്ക്. ആൻഡ് ദിസ് ഇസ് മൺഡേ മോർണിംഗ്. മൺഡേ ആയതുകൊണ്ട് തന്നെ ആലൻ ഇന്ന് വീട്ടിൽ തന്നെ കാണും, ഓഫാണ്. വീണ്ടും ഉറക്കി ആലൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് ഞാനിപ്പോൾ താഴത്തേക്ക് വന്നത്. ഇന്നത്തേക്കുള്ള ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സകല സാധനങ്ങളും ഞാൻ ഇന്നലെ അരിഞ്ഞു പറക്കി വെച്ചിരുന്നു. ആൻഡ് എപ്പോഴത്തെയും പോലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അരി അങ്ങ് കുക്കറിലിടാം. ഇപ്പോൾ ഡിന്നറൊക്കെ കുറച്ച് ഏർലി ആയിട്ടാണ് കഴിക്കുന്നത്, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക്. അത് കഴിഞ്ഞ് കഴുകി വെക്കുന്ന പ്ലേറ്റ്സൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഉണങ്ങി കിട്ടും. ഡിന്നറുമായിട്ട് ചെന്നിരുന്ന് ടി വിയിൽ ഒരു മൂവിയൊക്കെ ഇട്ടിട്ടായിരിക്കും ഇരിപ്പ്. അത് തീരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറാവും. ഈ ഒരു ബ്ലൂ റാക്കിലാണെങ്കിൽ ഞാൻ അധികം വലിയ പാത്രങ്ങൾ കഴുകി വെക്കാറുമില്ല. കഴിക്കുന്ന പ്ലേറ്റ്സ്, കോഫി കപ്സ്, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് ചില്ല് ഗ്ലാസ് ഒന്നുമില്ല കേട്ടോ. വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുമെങ്കിലും അത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല. ദോസ് ആർ ആക്ച്വലി മെയ്ഡ് ഓഫ് ബാംബൂ ഫൈബർ ഓർ കോൺസ്റ്റാച്ച്. കാണുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഒരു മാറ്റേ ഫിനിഷിലൊക്കെ ഇരിക്കും. ഞാനിന്ന് എണീറ്റ് വന്നത് തന്നെ നമ്മുടെ കുബേരനിലെ ദിലീപ് പറയുന്ന പോലെ കാലത്ത് തന്നെ നേരം വെളുക്കുകയാണല്ലോ ഈശ്വര എന്നും പറഞ്ഞിട്ടാണ്. നല്ല തണുപ്പായതുകൊണ്ട് ഇപ്പോൾ എണീക്കാൻ തോന്നുന്നില്ല. സൺഡേ 12 മണിക്കാണ് എണീറ്റത്. സാറ്റർഡേ നമ്മൾ മൂവിക്ക് പോയിരുന്നു, സൂ ഫ്രം സോ. ഞാനേ ഒരു അട്ടേനെ കണ്ടിട്ടാന്ന് തോന്നുന്നു നിന്നത് കേട്ടോ. പക്ഷെ ഞാൻ തൊടത്തില്ല, ഞാൻ എടുക്കത്തുമില്ല. എനിക്ക് പേടീനേക്കാളും കൂടുതൽ എന്തോ എനിക്കിത് ഇഷ്ടമല്ല ആ സാധനം എടുക്കുന്നത്. ലഞ്ചിന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് അമരമ്പയർ തോരനും തക്കാളിക്കറിയും ഓംലെറ്റുമാണ്. നോൺ വെജ് ഒന്നും ഇരിപ്പില്ല, മേടിക്കുന്നുമില്ല. തൽക്കാലം 2 ദിവസം കഴിയട്ടെ എന്ന് കരുതി. ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോ ഫാമിലി ഫങ്ഷൻസിൻ്റെത് പോസ്റ്റ് ചെയ്യാനുണ്ട്. നോൺ വെജ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് തകർത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും വയറിനൊരു റെസ്റ്റ് വേണം. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കന്നഡ മലയാളം ഡബ്ഡ് മൂവിക്ക് പോകുന്നത്. ബുക്ക് മൈ ഷോയിൽ 9 റേറ്റിംഗ് കണ്ടിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതും പോയതുമൊക്കെ. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, നല്ലൊരു വൈബായിരുന്നു. 2ലും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിടേണ്ടത് കടുകാണെന്ന് എനിക്കറിയാം. കടുക് തീർന്നു പോയി. അമ്മ അറിഞ്ഞാൽ നല്ല വഴക്ക് പറയും. കടുക് ഉപ്പൊന്നും തീരരുതെന്നാണ് പറയുന്നത്. പരലുപ്പും തീർന്നു പോയി, കടുകും തീർന്നു പോയി. ഇനിയിപ്പോൾ മൺഡേ, അതായത് ഇന്ന്, ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ ഓഡിയോ ആഡ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എത്തുമോയെന്ന് അറിയത്തില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കണം. വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിയപ്പോൾ തക്കാളിക്കറിക്കായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് വഴറ്റി, അമരമ്പയർ തോരനായിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കറിവേപ്പിലയും വഴറ്റി. തോരൻ്റെ അരപ്പ് ഞാൻ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പ് ചേർത്ത് മൂപ്പിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് അമരമ്പയർ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും. അരപ്പിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. തക്കാളിക്കറിയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ നേർപ്പിച്ചെറിഞ്ഞ സവാള അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി അതൊന്ന് വേവാനായിട്ട് അടച്ചു വെച്ചു. ഇപ്പം നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ കെറ്റിൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കായിട്ടുള്ള വെള്ളവും വെച്ചു. തക്കാളിക്കറിക്കായിട്ട് പൊടികളായി മഞ്ഞപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ചേർക്കാറില്ല. അതെൻ്റെ ഒരു മൂഡനുസരിച്ചിരിക്കും. ഇന്നെന്തോ ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. പക്ഷേ പൊതുവേ ഞാൻ തക്കാളിക്കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല. പൊടികളിട്ട് സവാളയുമായിട്ട് അത് നല്ല രീതിയിലൊന്ന് മൂത്ത് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ പൊടികളുടെ പച്ചമണം ചിലപ്പോൾ അതിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. തക്കാളിയാണെങ്കിൽ ഇത്തവണ കിട്ടിയത് സാലഡ് തക്കാളിയാണ്. വെന്തുടഞ്ഞ് മാറാനായിട്ട് ഇത്തിരി സമയം പിടിക്കും. ഞാൻ മസിൽ പിടിച്ചത് ഉടയ്ക്കാൻ നോക്കിയതുകൊണ്ടാണ് കുക്കറിൽ നിന്ന് വിസിൽ വന്നത്. വിസിൽ വരാനുള്ള ടൈം ആയില്ല. പിന്നെ തീ ഞാൻ കുറച്ച് വെക്കാനും മറന്നുപോയി. ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് കുക്കറിൻ്റെ അകത്തുനിന്ന് ഒരു ഷൂ വിളി കേട്ട് തുടങ്ങുമ്പോൾ വേണം തീ ലോ ഫ്ലെയിമിലാക്കാനായിട്ട്. പിന്നീട് ഒറ്റ വിസിൽ മതി. നിങ്ങൾ ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കും. ഇത് നമ്മുടെ മലയാളം ഫിലിമിൻ്റെ അത്രയൊന്നും വരത്തില്ല, അതുപോലെ എൻഗേജിങ് ആയിരിക്കത്തില്ല എന്നൊക്കെയുള്ളൊരു മുൻവിധിയോടെ ഇങ്ങനെ ഞാനും നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ഞാനും ആ ഒരു ഗ്രാമത്തിലോട്ടങ്ങായിപ്പോയി. അങ്ങനെ ഹാഷ് ബർഷ് നായകനോ വില്ലനോ സ്റ്റണ്ടോ ഒന്നുമില്ല. എന്തോ നല്ലൊരു മൂവി. സുമതി വളവ് കാണാൻ പോകണമെന്നായിരുന്നു എനിക്ക് മനസ്സിൽ. പക്ഷേ ഇങ്ങനെ റേറ്റിംഗ് ഒക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് അപ്പുറത്തൊരു 9 സ്റ്റാർ കണ്ടപ്പോൾ എന്തായാലും കാര്യം എന്താണെന്നൊന്ന് അറിയാമെന്ന് കരുതി അതിനങ്ങ് പോയതാണ്. ശനിയാഴ്ച 9:30 ഷോയ്ക്കായിരുന്നു പോയത്. അത് കഴിഞ്ഞ് പിന്നെ തട്ടുദോശയൊക്കെ കഴിച്ച് വന്ന് കിടന്നപ്പോഴത്തേക്ക് ഒരു നേരമായി. അതാണ് സൺഡേ വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാറുന്നത്. എണീറ്റപ്പോൾ തന്നെ 12 ആയല്ലോ. അപ്പോൾ കാപ്പി കുടിക്കാം.
പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു കടലിന് ജീവനുണ്ടെന്ന്. ജീവനില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ അറ്റത്ത് കൈപോലെ വന്ന് കറക്റ്റായിട്ട് കരയിലിങ്ങനെ തൊട്ട് തൊട്ട് പോകുന്നതെന്ന്. പിന്നെ കുറച്ച് വിവരം വെച്ചപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ച് നോക്കി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ പാത്രം ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ആ വെള്ളം അനങ്ങുമല്ലോ. ഇങ്ങനെ അറ്റത്തൊക്കെ വന്ന് തെറിച്ച് വീഴും. അതുപോലെ തന്നെയാണ് കടൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. ആദ്യം ആലോചിച്ച് വെച്ചിരുന്ന പൊട്ടത്തരം ഓർത്ത് അന്നേരം ചിരിയും വന്നു. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും കേട്ടോ, സത്യത്തിലെ ജീവനുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിട്ട് ഞാൻ കടലിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കടലിനും ദേഷ്യമുള്ളതുപോലെ തോന്നും. എനിക്ക് സങ്കടമായിട്ടാണ് ഞാൻ കടലിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെങ്കിൽ കടലിനും സങ്കടമുള്ള പോലെ തോന്നും. ഇനിയിപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് കടലിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെങ്കിൽ കടലും ഹാപ്പിയാണെന്ന് തോന്നും. ഇതേ സെയിം സാധനം ഞാൻ മഴയെ നോക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. താങ്ങി തൂങ്ങി തുടങ്ങുന്നൊരു മൺഡേ ആണെങ്കിലും രാവിലത്തെ ഫ്രെയിമൊക്കെ അതിമനോഹരമായിരുന്നു. സ്കൈ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുമ്പോൾ ആകാശത്തിൻ്റെ അതേ നല്ല നീല നിറത്തിലായിരിക്കും കടലും ഉണ്ടാവുന്നത്. കുറേ നാളായിട്ട് ഇരുണ്ട ആകാശത്തിന് താഴെ ഒരു ചാര കളറിൽ അങ്ങനെ കിടക്കുമായിരുന്നു. ഇന്നാണ് ഈ ഒരു തെളിമയൊക്കെ. ഇനിയിപ്പോൾ ഒരു കാറ്റും വീശി തുടങ്ങും, ഓണക്കാറ്റ്. പട്ടം പറപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ തകർത്ത് കടപ്പുറത്തോട്ട് ഇറങ്ങി തുടങ്ങും. കുക്കുസാറും ഒക്കെ പട്ടം ചെയ്യാറുണ്ട് ന്യൂസ് പേപ്പറിൽ. പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്നത് തീരെ കുറവാണ്. ഇപ്രാവശ്യം എനിക്കും ചെറിയൊരു മോഹം ഒരു പട്ടം പറപ്പിക്കണമെന്ന്. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉടനെ തന്നെ ശ്രമിച്ചു തുടങ്ങാം. തിരിച്ച് താഴെ എത്തിയപ്പോഴേക്ക് തക്കാളിക്കറിയും അമരമ്പയർ തോരനും ഒക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ ഓരോ ബൗളിലേക്ക് മാറ്റി. ഇന്നലെ കുറച്ച് കുക്കുംബർ ഇട്ട് മോര് കാച്ചിയിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിരുന്നു. അതും കൂടെ ആയപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ കറികളൊക്കെ സെറ്റ്. ഇനി ഓംലെറ്റും കൂടെ പൊരിക്കണം. പിള്ളേർക്കുള്ള പാലും വെച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ന്യൂഡിൽസാണ്. വീട്ടിൽ പാസ്തയോ നൂഡിൽസോ ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കുവിന് അത് തന്നെ കൊടുത്തു വിടണം. അല്ലെങ്കിൽ പിന്നെ അത് എനിക്കെതിരെ പെറ്റി കേസായിട്ട് ഹാലൻ്റെ അടുത്ത് പോകും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മെത്തേഡാണ് കേട്ടോ. ചൈനീസ് ന്യൂഡിൽസൊക്കെ ഇങ്ങനെയാണ് പോലും ഉണ്ടാക്കേണ്ടത്. ഇനി പൊങ്കാല ഇടാനായിട്ട് വരണ്ട, ഇങ്ങനെയല്ല ചൈനീസ് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനെ ഇന്ത്യൻ വൽക്കരിച്ച് ഇങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. എണ്ണയിൽ ഇതെല്ലാം കൂടെ വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചൈനീസ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലേ. ഈ വെള്ളം തിളച്ച് വരുന്നതിലേക്കാണ് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 എഗ്ഗ് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചാൽ അതങ്ങനെ തിളച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ട് മാറിക്കോളും. സ്പാറ്റുള വെച്ച് നന്നായിട്ട് ചിക്കി കൊടുത്താൽ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡാവും. ഇത്തിരി സോയാ സോസ്, പിസ്സ പാസ്ത സോസ്, വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാൻ ഇത്തവണ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടോങ്സ് വെച്ചിട്ടാണ് ഞാൻ നൂഡിൽസ് തിരിക്കുകയും മറിക്കുകയും വിടുവിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഫുള്ള് നൂഡിൽസിലായി പോയതുകൊണ്ട് നമ്മുടെ ഓംലെറ്റ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു 4 പാക്കറ്റ് മസാലയാണ് വരുന്നത്. അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡിയാവും. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഈ ഒരു സ്ലൈസ് ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ബ്രെഡൊന്നും ഇരിപ്പില്ല, എല്ലാം തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്ലൈസിനും കൂടി ഇന്ന് മോക്ഷം കൊടുക്കാമെന്ന്. അതും കൂടെ അരിഞ്ഞ് നൂഡിൽസിലേക്ക് ഇട്ടു. അത് അടഞ്ഞിരുന്ന് വേവുന്ന സമയം കൊണ്ട് ഓംലെറ്റ് 2 അങ്ങോട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് വേണം കുക്കുസാറിനുള്ള നഗറ്റ്സും ഫ്രൈസും റെഡിയാക്കി എടുക്കാനായിട്ട്. കുക്കറിൽ വിസിൽ വന്നു, ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ തുറന്ന് ഊറ്റുന്നുള്ളൂ. നമ്മുടെ കടായി 2 അങ്ങ് കഴുകി മാറ്റാം. മാസത്തിലെ മേജറായിട്ടുള്ളൊരു കടയപ്പോക്കിനാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സംഭവങ്ങൾ മുഴുവൻ തട്ടിക്കൂട്ട്. പച്ചക്കറികളായിട്ട് ഇനി വെട്ടുമലക്കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അതിനി അവിയലോ മറ്റോ വെക്കാനായിട്ടുള്ള കഷ്ണങ്ങളേ ഉള്ളൂ. തക്കാളിക്കറിയും അവിയലും അതിനേക്കാളും കോമ്പിനേഷൻ ഉണ്ട്, തക്കാളിക്കറിയും അമരമ്പയർ തോരനും. ഈ മോര് കാച്ചുന്നത് ഇവിടെ മസ്റ്റായിട്ടുള്ള പരിപാടിയല്ലായിരുന്നു. പക്ഷേ നിലു നല്ലപോലെ ചോറ് തിന്നും. തൈരും മോരും ഒക്കെ കൂട്ടി നല്ലപോലെ കഴിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് തൈര് കൊടുക്കാം, പക്ഷേ രാത്രിയാണെങ്കിൽ തൈര് അങ്ങനെ കൊടുക്കരുതല്ലോ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അമ്മച്ചിയൊക്കെ പറയും, കൊടുത്താൽ തന്നെ വഴക്കം പറയും. അതുകൊണ്ട് മോരും കൂട്ടിയിട്ട് രാത്രി കൊടുക്കാൻ പറ്റും. അപ്പോൾ മോര് കാച്ചിയാൽ 2-3 ദിവസത്തേക്ക് അവന് ചോറ് തിന്നാനുള്ളതാവുമല്ലോ. അവൻ എരിവ് കൂട്ടായികയൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ അധികം ചോറ് കഴിക്കും. ചോറ് ഇന്ന് ഇത്തിരി കുഴഞ്ഞു പോയ പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഊറ്റി ഊട്ടുപാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇതിപ്പോൾ അപ്പുറത്തേക്ക് വെക്കുന്നില്ല, ഞങ്ങൾക്ക് 2 പേർക്കുള്ള ലഞ്ചൊക്കെ വിളമ്പണമല്ലോ. ഈ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കിച്ചൺ ഡോറ് തുറക്കുന്നത്.
അപ്പുറത്തെ പറമ്പിൽ കുറച്ച് പോച്ചയൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. ഇപ്പം പിന്നെ മഴയും കൂടെയല്ലേ, നല്ല രീതിയിലെല്ലാം തളിർത്ത് നിൽപ്പുണ്ട്. അവിടെ നിന്നാണോ എന്നറിയത്തില്ല, പക്ഷേ ഈ കിച്ചൺ ഡോർ വഴിയാണ് ഒച്ചും അട്ടയും ഒക്കെ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ ആ മതിലിന് താഴെ ഹോളിട്ട് പെരിച്ചാഴിയുടെ സഞ്ചാരവും ഉണ്ട്. രാവിലെ ഈ ഡോറ് തുറക്കുന്നത് തന്നെ ദൈവമേ കാല് വെക്കുന്ന സ്ഥലത്തൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ഞാനിപ്പോൾ ചിരിക്കുന്നത് കുക്കുവിനെ കണ്ടിട്ടാണ് കേട്ടോ. എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ മലയാളം കോമ്പസിഷൻ ഓണം ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതിൻ്റെ വ്യാകുലതയാണ് രാവിലെ അവന്. ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് 4ാമത്തെ സെൻറ്റൻസ് മറന്നുപോയി എന്നും പറഞ്ഞാൽ വന്നത്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്കത് മൊത്തം പഠിക്കാൻ പറ്റത്തില്ല മമ്മ, 6 സെൻറ്റൻസ് ഉള്ളതിൽ ഞാൻ 4 എണ്ണം പഠിക്കാമെന്ന്. അത് അത്രയ്ക്കും വലുതാണ്. 6-7 വരിയല്ലേടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറയുക, അല്ല ഈ കിച്ചൺ ഷെൽഫിൻ്റെ അത്രയും വലിയ കോമ്പസിഷൻ ആണെന്ന്. എന്തായാലും 4 വരി പഠിച്ചിട്ടുണ്ട്, അതിൽ 4ാമത്തത് മറന്നും പോയി. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 മാർക്ക് ഇന്ന് കിട്ടുമായിരിക്കും. 10ലൊക്കെയാണ് മിക്കപ്പോഴും ടെസ്റ്റ് പേപ്പർ ഇടാറുള്ളത്. പിള്ളേർക്ക് 2 പേർക്കുള്ള പാലൊക്കെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾക്കുള്ള ലഞ്ചും സ്നാക്സും ഒക്കെ വെക്കണം. ഇന്ന് നല്ല തെളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ലഞ്ച് സ്കൂളിലേക്ക് സ്ഥിരം എടുക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സ്കൂളിൽ തന്നെ റെഡിയാക്കുന്നതാണ്. അതൊക്കെ ഞാനാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ച് എടുത്ത് ഒരു സ്പൂണും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ആ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ലഞ്ചും കഴിക്കാം, ടൈപ്പിംഗ് നടക്കും. കദളി വാഴയുടേതൊന്നും അല്ലെങ്കിലും ഈ ഷെഡിൻ്റെ സൈഡിലിരുന്നൊരു കാക്ക കുറച്ച് നേരമായിട്ട് വിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ അകത്തൂടെ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം തിരുവാതിരയുടെ പ്രാക്ടീസ് തുടങ്ങാനായിട്ട്. സമയം ലാഭിക്കാനായിട്ട് ഞാനിപ്പോൾ ലഞ്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. സ്നാക്സിനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും വാട്ടർമെലനും ഓരോ പ്ലമ്മും പിന്നെ കുറച്ച് ഡേറ്റ്സും. മമ്മ ഇന്ന് ഒരു ബിസ്ക്കറ്റ് പോലും എനിക്ക് വെച്ചില്ലല്ലോ എന്നുള്ള പരാതി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കേൾക്കാം. ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാനും തുറക്കാനും ഒന്നും ഞാൻ നിന്നില്ല. എല്ലാ കോളവും ഫില്ലായപ്പോഴത്തേക്ക് അത് മതിയെന്ന് വെച്ചിട്ട് സ്നാക്സും ലഞ്ചും ഒക്കെ ഞാനങ്ങ് പാക്ക് ചെയ്തു. ഞാൻ ഒരു തവണ ഇറങ്ങി കാക്കേനെ ഓടിച്ചിട്ടുണ്ട്, ഇനി വരുമോ എന്നറിയത്തില്ല. ലഞ്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിലു ദേ മേളിൽ എണീറ്റ് വന്നു. അവനുള്ള പാലും കൊടുത്തു. ഇനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയായി സ്കൂളിലേക്ക് ഇറങ്ങണം. ന്യൂഡിൽസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കും. കുക്കുവും കഴിക്കും, ഞാനും കഴിക്കും. കറിയൊക്കെയുള്ള ഐറ്റംസ് ആകുമ്പോഴത്തേക്ക് അവൻ ഇത്ര നേരം താമസിക്കും. അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോകും. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, കാണുന്നില്ല. മണി 9 ആവുകയും ചെയ്തു. ആൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങെത്തും ഇപ്പോൾ. ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓരോ സ്പൂൺ വീതം ന്യൂഡിൽസ് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പാലൊക്കെ കുടിച്ച് ഒരാൾ വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ പോട്ടി പോവുകയാണ് പതിവ്. പക്ഷേ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കണ്ടതിന് എനിക്കും കഴിക്കാൻ വേണമെന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബൗള് അവന് കഴിക്കാനായിട്ട്, നിലുവിന് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ രാവിലത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഏകദേശം ഒരു 3 മിനിറ്റിനുള്ളിൽ തീരും. ഐബ്രോ പെൻസിൽ വെച്ച് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, സൺസ്ക്രീൻ ഇടുക, കയ്യിലും കൂടെ ബോഡി ലോഷൻ, സൺസ്ക്രീനിൻ്റെ ബോഡി ലോഷൻ. എൻ്റെ പെപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കയ്യിൽ നല്ല രീതിക്ക് സൺസ്ക്രീൻ ഇടും, അല്ലെങ്കിൽ ടാൻ ആവും. ഇതും ചെയ്യും, എന്നിട്ട് കയ്യിൽ സോക്സും ഇടുകയും ചെയ്യും. കാരണം ഈ 2 ഹവേഴ്സിൻ്റെ ഇടയ്ക്കൊന്നും എനിക്ക് റീആപ്ലിക്കേഷനൊന്നും നടക്കത്തില്ലല്ലോ. വൈകിട്ടാണെങ്കിൽ 3 മണിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. വണ്ടി ഓടിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് കൈക്ക് വേറൊരു നിറവും മുഖത്തിന് വേറൊരു നിറവുമായിട്ടിരിക്കും. വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമോ എന്ന് ചോദിച്ചിരുന്നില്ലേ? ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ വെഡ്ഡിങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. 25K ആവട്ടെ, 10K ആകുമ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വരട്ടെ എന്ന്. December 31st ആണ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാൻ വെഡ്ഡിങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതിനിടയിൽ ഇനിയും നിങ്ങൾ ചോദിച്ചാൽ ഞാനിങ്ങനെ ചിരിക്കുന്ന സ്മൈൽ ഇടത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ അന്നേരത്തേക്ക് ഇടാൻ വെച്ചേക്കും. അത് മാത്രമല്ല, അത് CD-ക്കകത്തുനിന്ന് പെൻഡ്രൈവിലാക്കി, അത് CD-യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞാനത് ഫോണിൻ്റെ അകത്ത് ആക്കണം, എന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് വഴിയേ ചെയ്യാം. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് തന്നെ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും കുക്കുന്തേ പോവുകയാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ചാനൽ പുതുതായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.